മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14-ാം രാവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14-ാം രാവിന്റെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന്റെ കോമ്പറ്റീഷൻ ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ പെർമനന്റ് ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ശ്രീ ഫൈസൽ എലേറ്റിൽ, ശ്രീ ഷാൻ റഹ്മാൻ, ശ്രീമതി റഹ്ന. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ശ്രീ കൊച്ചിൻ ഷെരീഫ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14-ാം രാവിൽ കത്തുപാട്ടുമായി നമുക്ക് മുന്നിലെത്തുന്നു ഗിബിയ.
ചേച്ചി. സുന്ദരി കുട്ടിയായിട്ടുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. നല്ലോണം പാടി നല്ലൊരു ഫീലൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. ഇനി നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം അല്ലേ? ഫൈസൽ സാറിനോട് ചോദിക്കാം. ഓക്കെ ഫൈസൽ സാർ. പാട്ട് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇതിനു വേണ്ടി പഠിക്കുന്നതിന് മുമ്പ് ഇല്ല, കേട്ടിട്ടില്ല. ഈ ട്യൂണ് കേട്ടിട്ടുണ്ടോ? ട്യൂൺ കേട്ടിട്ടുണ്ട്. ഏത് പാട്ട്? അഹദോൻ്റെ തിരുനാമം. 14-ാം രാവ്. നമ്മുടെ ഈ ഷോയുടെ പേരാണ് 14-ാം രാവ്. 14-ാം രാവ് എന്ന സിനിമയ്ക്ക് വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി കെ രാഘവ മാഷ് ട്യൂൺ ചെയ്തൊരു പാട്ടാണത്. അതിൻ്റെ സെയിം ട്യൂണാണിത്. അതുതന്നെയാണിത് സംഗതി. ഇത് മോയിൻകുട്ടിയുടെ ബദർ പടപ്പാട്ടിലൊക്കെ ഉണ്ട്. ഉലാമാക്കൽ മുക്കദ്ദീം ഓർന്നത്, അതൊക്കെ കൊമ്പ് എന്നാണ് ഇതിന് പറയുക മാപ്പിളപ്പാട്ടിൽ ഈ ട്യൂൺ. ഇത് പല രൂപത്തിൽ പല വ്യത്യസ്തമായി നമുക്ക് തോന്നിപ്പിക്കുന്ന വിധം ആളുകൾ ചിട്ടപ്പെടുത്താറുണ്ട്. എരഞ്ഞോളി മൂസക്ക ഇപ്പോൾ ഉരക്കട്ടെ കഥ ഞാനും എന്ന് പറഞ്ഞൊരു പാട്ട് പാടി ഇവിടെ. അത് ഇതേ ട്യൂണാണ്. ചെറിയൊരു മാറ്റമുണ്ട്. അതുകൊണ്ട് ആ പാട്ടാണ് ആദ്യം വന്നത്. അതിന് ശേഷമാണ് അഹദോൻ്റെ വന്നത്. അതിൻ്റെ എൻഡിൽ ചെറിയ വിഷയമുണ്ട്. മൂസക്കയുടെ ഒരു ഒരു സ്റ്റൈല് വേറെയാണ്. ചെറിയൊരു 2 പാട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് അഹദോൻ്റെ തിരുനാമവും ഉരക്കട്ടെ കഥ ഞാനും നമ്മൾ കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും എൻഡിൽ ഡിഫറെൻ്റ് ആണ്. ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഇത് ഈ ഒരു പാട്ട് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഈണമാണ്. അതുകൊണ്ട് തന്നെ ഇത് പാടുമ്പോൾ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും. എസ് എ ജമീൽക്കയുടെ ദുബായ് കത്തിലെ വരികൾ, പൊന്നും പണവും മുതലും ബങ്കീസും ഫോറിൻ തുണികൾ അണിഞ്ഞുള്ള പത്രാസും, ഇതൊക്കെ എനിക്കുണ്ടെങ്കിലും അതൊക്കെ എനിക്കുണ്ട്, പൈസക്ക് പൈസയുണ്ട്, പക്ഷേ എനിക്ക് എന്നെ നോക്കേണ്ട ആൾ എൻ്റെ കുട്ടികളുടെ പിതാവ് ഇവിടെ ഇല്ല. അത് ആ ഒരു കാര്യം പറയും. അതേപോലെ ഇതിൽ ചില വരികളുണ്ട്. ഇതിൽ പറയുകയാണ് എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അവസാനം പറയുകയാണ് ഇനിയും നിങ്ങൾ ഇവിടെ വരുന്നില്ലെങ്കിൽ എൻ്റെ കബരിടം കനകത്താൽ അലങ്കരിക്കണം എന്നാണ്. കബരിടം തന്നെ മനസ്സിലാവില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയോടെയാണ് പറയുന്നത്. ഞാൻ മരിച്ചു കളയുമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പാട്ട്. വളരെ മുമ്പുള്ളൊരു പാട്ടാണിത്. ഇബ്രാഹിം തലശ്ശേരി എഴുതിയെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഈ കൂടുതൽ പാട്ട് എഴുതിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ പാട്ട് പിന്നെ ഇത് കരളിൻ്റെ കരളായ മണിമുത്തനെ സിബലേച്ചി അടുത്ത കാലത്ത് പാടി. മുമ്പ് ആരോ പാടിയിട്ടുണ്ട്, പക്ഷേ സിബലേച്ചിയുടെ പാട്ടായിരിക്കും മോള് കേട്ടത്. ഓക്കെ. പിന്നെ പാട്ട് നല്ല പാട്ടുകാരിയാണ്, മുമ്പ് തെളിയിച്ചതാണ്. നല്ല ഫീൽ പാടി. ഈ പാട്ടിന് വേണ്ട കാര്യങ്ങളാണ്. പക്ഷേ പിന്നെ ഒരു ശ്വാസം, ബ്രീത്ത്, അത് ഈ പാട്ടിനെ കുറച്ച് അധികം ആവശ്യമുണ്ട് അല്ലേ? എൻ്റെലൊക്കെ ആവശ്യമുണ്ട് അതിന്. അപ്പോൾ ഓരോ സ്റ്റാൻസൊക്കെ അത് ആവശ്യമാണ്. അവിടെ നമുക്ക് അങ്ങ് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. അതൊക്കെ ഇല്ലാതെ നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. രഹന ചേച്ചി. നന്നായി പാടി കേട്ടോ. നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രീത്ത് അത് ശ്രദ്ധിച്ചേ പറ്റൂ, കാരണം നല്ല ശബ്ദമാണ്. അപ്പം ആ എൻഡിങ് എല്ലായിടത്തും അങ്ങനെ ആ സസ്റ്റെയിൻ്റെ അവിടെ ഒരു എത്തി പിടിക്കുക എന്ന് പറയില്ലേ? ഇല്ല, അത് ഒത്തിരി കട്ട് ചെയ്യാനും പറ്റില്ല, കുറച്ച് ലെങ്തി ആണ്. എന്നാലും അത് നമ്മളൊരു ഇതിലാവും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളെ മാർക്സ് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു രഹന ചേച്ചി. ഷെരീഫ് സർ. പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ, ഒരു സ്ത്രീ അതിൻ്റെ ഭർത്താവ് ഗൾഫിൽ പോയി അവിടെ കഴിച്ചു കൂട്ടുന്ന കാലം, അതായത് ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുന്നത് ഇവിടെ അത്യാവശ്യം ഒന്നും ജോലി ഇല്ലാതെ ആവുമ്പോൾ ആളുകൾ ഗൾഫിൽ അവിടെ എന്തെങ്കിലും ജോലി കിട്ടും, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ ചില ആളുകൾ ഇവിടെ ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടായിട്ട് കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നത്. അപ്പം അത് ഈ കത്ത് വായിച്ചു നോക്കുമ്പോൾ ഈ ആളുകളൊക്കെ അത് കേട്ട് അത് ഇങ്ങനെ സാമ്പത്തിക നിലയുള്ളവർ ഇങ്ങോട്ട് തിരിച്ചു വരിക വേണം. പിന്നെ സാമ്പത്തിക നിലയ പോയവരും തിരിച്ചു വരണം. അപ്പം എന്തായാലും പാട്ട് നന്നായിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. താങ്ക് യു സർ. ഞാൻ ഒരുപാട് പറയാനുണ്ടെന്ന് തോന്നുന്നു ഷാൻ സാറിന് കേട്ടോ. ഞാൻ ഷെരീഫ് സാറിനോട് ചോദിക്കുമ്പോൾ തന്നെ പറയാം. ഇത്തിരി ആവേശം കൂടി. ആവേശ് കുമാർ അല്ലേ? ഓക്കെ. ഷാൻ ചേട്ടാ. കുട്ടി, നമ്മൾ നല്ലൊരു സിംഗറാണ്. താങ്ക് യു. ഓക്കെ, ക്വാളിറ്റിയുള്ള വോയിസ് ആണ്. ബ്രെത്ത് ഇഷ്യൂസ് ഉണ്ട്, അത് ഇനി ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞു. സസ്റ്റെയിനിൽ ഉള്ള ചില ഇഷ്യൂസ്, അതിങ്ങനെ തൊട്ടില്ല.
അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു കിബിയോട് ഒരു പ്ലേ ബാക്ക് ക്വാളിറ്റി ഉള്ള ഒരു ടോണാണ് കിബിയുടേത്. വർക്ക് ഹാർഡ് ആൻഡ് യു വിൽ ബി ദെയർ. ഓക്കെ, ഇനി നമുക്കുള്ളത് എന്താണ്? മാർക്സ് മാർക്ക് അറിയാം. ഗിബി എന്നെ പറഞ്ഞു, ആരോടാ ചോദിക്കണ്ടേ? ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഏത് സൈഡിൽ നിന്ന് വേണം? വലത് സൈഡിൽ നിന്ന് വേണോ ഇടത് സൈഡിൽ നിന്ന് വേണോ? ആ ചേച്ചി ഓക്കെ, നമുക്കെന്നാ ഷാൻ സാറിൻ്റെ അടുത്ത് തന്നെ തുടങ്ങിയാലോ? തുടങ്ങാം അല്ലേ ഷാൻ സാർ? കട്ടിങ്ങും ഷേവിങ്ങും ഉണ്ട്, രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് പറഞ്ഞ പോലെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാമല്ലേ? ശരി, എന്തായാലും ഈ സൈഡിൽ നിന്ന് എന്തായാലും ഗിബിക്ക് ഇത്തവണ നിരാശയാണ്. ആ മാർക്ക് ഞങ്ങൾക്ക് ഇപ്പൊ അറിയണ്ടെന്ന് വെച്ചാലോ? ഞങ്ങൾക്ക് അത് അവസാനം അറിഞ്ഞാൽ മതി അല്ലേ? വന്ന് ഇപ്പം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി. ഓക്കെ, ഫൈസൽ സാർ? 30-25. രേണു ചേച്ചി? 26. ഓക്കെ, താങ്ക് യു രേണു ചേച്ചി. ഔട്ട് ഓഫ് 30 26 മാർക്സ് ആണ്. ഇനി ഷെരീഫ് സാറിന്റെ മാർക്കാണ് നമുക്ക് അറിയാനുള്ളത്. ഔട്ട് ഓഫ് 10 8 മാർക്ക്. താങ്ക് യു സർ. 8 മാർക്ക്. അപ്പോൾ ഔട്ട് ഓഫ് 10 8 മാർക്സ് ആണ്. അപ്പോൾ ഔട്ട് ഓഫ് 70 59 മാർക്സ്. അപ്പോൾ കുഴപ്പമില്ലല്ലേ സ്കോർ? ഇനിയിപ്പോൾ ഷാൻ സാർ ലാസ്റ്റ് ഷെഡ്യൂളിൽ നമുക്ക് ആ മാർക്കും കൂടി തരും. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഇതിൽ ഒരു ടെൻഷൻസ് ഒന്നും ഇല്ലാണ്ടാണ് അല്ലേ? അതിനുള്ള പ്രാക്ടീസും കൂടി വേണം. അപ്പോൾ നമുക്ക് കാണാം, ലാസ്റ്റ് ഫൈനൽ ടോട്ടൽ മാർക്ക് അറിയാം. കാത്തിരിക്കാം. താങ്ക് യു. ഗിബിയ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നന്നായിരുന്നു. നന്നായി പടിയോ ഇരിക്കും വയ്യ ചിരി, അവിടുന്ന് ചിരി ഇവിടുന്ന് ചിരി ഇരിക്കും വയ്യ. എല്ലാവർക്കും മിക്ക കണ്ടസ്റ്റൻസും ചിരിയാണ് കുറവ്, പക്ഷെ ഗിബിയക്ക് അത് നന്നായിട്ടുണ്ട്. പ്ലസ് പോയിന്റ് ആണ്. കുഴപ്പമില്ലാതെ പാടി. കുഴപ്പമില്ലാതെ പാടി. 59 മാർക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ജഡ്ജ്മെന്റ്, നല്ല കമന്റ് ആയിരുന്നു. ഈ പാട്ട് അച്ഛനാണോ സെലക്ട് ചെയ്തത്? ഞങ്ങൾ രണ്ടാളും കൂടെ സെലക്ട് ചെയ്താ. നല്ല കമന്റ് എന്ന് പറയുമ്പോൾ പിന്നെ നല്ലത് മാത്രം പറയാൻ നല്ലതല്ല, നമുക്ക് വേണ്ടത് പറയാം, അതാണ് നല്ല കമന്റ്. എൻ്റെ അച്ഛനല്ലേ? എന്താ കൊച്ചുമോളുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാനല്ലേ? നല്ല അഭിപ്രായം. നന്നായി പാടിയില്ലേ? സന്തോഷായി. സന്തോഷം. അടുത്ത പ്രാവശ്യം നന്നായി പെർഫോം ചെയ്യാം, നല്ല ഹാർഡ് വർക്ക് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.